بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى محمد سيدنا ومولانا محمد പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗ്ഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്ന, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവരുടെ ബർസഖിയായ ലോകം നീ നന്മയിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ വിശ്രമിക്കുന്നവരായിട്ടുള്ളവരുണ്ട്. അല്ലാഹുവേ അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. വിശാലമായി സംസാരിക്കുകയല്ല, ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്നതായ ഭാഗം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസികളുമായിട്ടുള്ള നമ്മുടെ സഹവാസത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട്, നമ്മൾ നന്നായി ജീവിക്കുന്നവരോടൊപ്പം നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, ഇവരോടൊക്കെ അനുവർത്തിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് സൂറത്തുൽ അൻഫാലിലൂടെ അല്ലാഹു തആല പറയുന്ന ഒരായത്തുണ്ട്. വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ചെയ്യാൻ പാടില്ല. വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, അല്ലാഹുവിനോട് ഒരു വസ്തുവിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നും അല്ലാഹു പറയുന്നു. വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ഒരു വസ്തുവിനെ കൊണ്ടും അല്ലാഹുവിനോട് പങ്കു ചേർക്കാതിരിക്കുക. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക. വബിദിൽ ഖുർബ, കുടുംബങ്ങൾക്കും നിങ്ങൾ ഗുണം ചെയ്യുക. വൽ യതാമ, പാവപ്പെട്ടതായ യതീമുകൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക. വൽ മസാകീനി, പാവപ്പെട്ടവർക്ക് നിങ്ങൾ ഗുണം ചെയ്യുക. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, നിങ്ങളോട് കുടുംബ ബന്ധമുള്ള അയൽക്കാരനും ഇല്ലാത്ത അയൽക്കാർക്കും നിങ്ങൾ ഗുണം ചെയ്യുക. ഒരുപാട് ആളുകളോട് നമ്മൾ അനുവർത്തിക്കേണ്ട വിഷയങ്ങളാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ഓരോ വിഷയം എടുത്ത് വിശാലമായി സംസാരിക്കേണ്ട ഒരായത്താണിത്. ആദ്യം പറഞ്ഞത് മാതാപിതാക്കളാണ്, രണ്ടാമത് പറഞ്ഞത് കുടുംബങ്ങളാണ്, മൂന്നാമത് പറഞ്ഞത് യതീമുകളാണ്, നാലാമത്തത് പാവപ്പെട്ടവരാണ്, അഞ്ചാമത് പറയുന്നത് നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന ആളുകളാണ്. അത് രണ്ട് രീതിയിൽ ഖുർആൻ ഇവിടെ പറയുന്നു. വൽ ജാരിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, നമ്മളോട് കുടുംബ ബന്ധം ഉള്ള അയൽക്കാരുണ്ടാകും, കുടുംബ ബന്ധമില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത അയൽക്കാരുണ്ടാകും. ഈ രണ്ട് കൂട്ടരോടും നിങ്ങൾ ബന്ധം സ്ഥാപിക്കണം, അവരോടുള്ള കടമകൾ നിങ്ങൾ നിർവഹിക്കണം, അവരോട് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. അതാണ് ഖുർആന്റെ പ്രയോഗം. ഗുണം ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മുടെ സ്വന്തം വീടിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ജ്യേഷ്ഠാനുജന്മാരും ബന്ധുമിത്രാദികൾ താമസിക്കുന്നതുണ്ടാവും. അത് പഴയ കാലത്തെ ഉള്ളൊരു രീതിയാണ്. അങ്ങനെയുള്ള അയൽക്കാരനാണെങ്കിൽ അവനോട് കുടുംബക്കാരൻ എന്ന ഒരു പരിഗണനയും അയൽക്കാരൻ എന്ന ഒരു പരിഗണനയും അവന് കൊടുക്കണം. ഇനി അതില്ല, സാധാ ഒരു അയൽവാസിയാണ്, അവൻ മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, അയൽക്കാരൻ എന്ന ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു ബാധ്യതയും ഒരു ഗുണം ചെയ്യലും ആ മനുഷ്യനോട് നമ്മൾ കാണിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മോട് സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്.
ഇന്ന് സുബഹിക്ക് നാം പറഞ്ഞ ഒരു ഹദീസുണ്ട്, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. നബിതങ്ങൾ ഗൗരവം കുറിക്കാൻ വേണ്ടി ഒരു വിഷയം പറയുമ്പോൾ അത് ആവർത്തിച്ച് പറയും. അത്രത്തോളം ഗൗരവകരമാണ് അത് എന്ന് സ്വഹാബികളെ ബോധ്യപ്പെടുത്തുകയാണ്. 3 പ്രാവശ്യം പറയുന്നു, അള്ളാഹുവിനെ തന്നെ സത്യം, വിശ്വാസിയല്ല, യഥാർത്ഥ മുഅ്മിനല്ല. ഖീല, നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് 3 പ്രാവശ്യം പറഞ്ഞല്ലോ യഥാർത്ഥ സത്യവിശ്വാസിയല്ല എന്ന്, ആരാണ് അവൻ എന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞത്, തന്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി രക്ഷപ്പെടാത്ത ഒരു മനുഷ്യൻ, അഥവാ തന്റെ അയൽവാസിയെ ദ്രോഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ മുഅ്മിനല്ല, യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് ഹദീസിലൂടെ നബി തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിസ്കരിക്കുന്നില്ല എന്നല്ല, ഖുർആൻ ഓതുന്നില്ല എന്നല്ല, ഹജ്ജിന് പോകുന്നില്ല എന്നല്ല, അവന്റെ അയൽക്കാരൻ അവൻ ദ്രോഹിക്കുന്നു, അവന്റെ അയൽക്കാരൻ അവൻ പ്രയാസപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനാണെങ്കിൽ അവൻ യഥാർത്ഥ മുഅ്മിനല്ല എന്ന് ഈ ഹദീസിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാർ. ഒരിക്കൽ അയൽവാസികളോടുള്ള കടപ്പാടുകളെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയൽക്കാരോട് നീ കാണിക്കേണ്ട മര്യാദകൾ, അയൽക്കാരോട് നീ ചെയ്തു കൊടുക്കേണ്ടതായ ഗുണങ്ങൾ, ഇതൊക്കെ നബി ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ പറയുന്നു, എത്രത്തോളം, ഹത്താ ലനന്തു, ഞാൻ വിചാരിച്ചു പോയി, അന്നഹു സയവരിതുഹു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ സ്വത്തിന്റെ കുറച്ച് ഭാഗവും കൂടെ നീ അയൽവാസികൾക്ക് കൊടുക്കണം, അതും കൂടെ ജിബ്രീൽ ഇപ്പോ എന്നോട് പറയും. ഇനി അത് മാത്രമേ പറയാനുള്ളൂ, അല്ലാത്തതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, അതും കൂടെ ഇപ്പൊ ജിബ്രീൽ പറയും എന്ന് ഞാൻ തോന്നിപ്പോയി, എന്ന് ഞാൻ തോന്നുമാറ് അയൽവാസികളോടുള്ള കടമകളെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ബോധ്യപ്പെടുത്തി തന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ്, ഒരുപാട് ഹദീസുകൾ കാണാം ഇതുമായി ബന്ധപ്പെട്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നവൻ, ഫൽയുക്രിം ദൈഫ, അവന്റെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരനെ ആദരിച്ചു കൊള്ളട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നവൻ, ഫലാ യുഅ്ദി ജാറ, അവന്റെ അയൽവാസിയെ ദ്രോഹിക്കാതിരുന്നു കൊള്ളട്ടെ. 2 പോയിന്റാണ് ഈ ഹദീസിലൂടെ പറഞ്ഞത്. അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസം, അന്ത്യദിനം കൊണ്ടുള്ള വിശ്വാസം എന്ന് വെച്ചാൽ എന്താ? ഞാൻ എന്ത് ചെയ്താലും അള്ളാഹ് ചോദിക്കും, ഞാൻ എന്തിവിടെ പ്രവർത്തിച്ചാലും അതിനൊക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഇതാണ് അന്ത്യദിനം. അള്ളാഹു എല്ലാം അറിയും കാണും എന്നൊരു വിചാരം, ഇതാണ് അള്ളാഹുവിനുള്ള വിശ്വാസം. ഇത് ഒരാൾക്കുണ്ട് എന്നതിന്റെ ലക്ഷണം, അവന്റെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വന്നാൽ അവനോട് മാന്യമായി പെരുമാറുക, ഇതുള്ളവർക്കേ കഴിയൂ. തന്റെ അയൽവാസിയെ ദ്രോഹിക്കാതിരിക്കുക, ഇതും ഈ അള്ളാഹിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്ന ആളുകൾക്കേ കഴിയൂ. ഞാൻ അള്ളാഹിനെ വിശ്വസിക്കുന്നു, അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കുന്നു എന്നിട്ട് അയൽക്കാരെ ദ്രോഹിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ ആ പറയുന്നു എന്നുള്ളതല്ലാതെ അതവന്റെ മനസ്സിലേക്ക് കയറിയിട്ടില്ല, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് ഈ ഹദീസിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. മറ്റൊരിക്കൽ നബി തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അബൂദർ, ഓ അബൂദറെ, ഇദാ തബഖ്ത മറഖതൻ, നീ നിന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കറി വെക്കുകയാണെങ്കിൽ, വിശേഷപ്പെട്ട എന്തെങ്കിലുമൊക്കെ കറി നീ നിന്റെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ, ഫഅക്സിർ മാഅഹ, അതിൽ കുറച്ചുകൂടെ വെള്ളം നീ അധികരിപ്പിക്കണം. എന്നിട്ടോ വതഅഹദ് ജീറാനക, നിന്റെ അയൽവാസികൾക്ക് നീ അത് കൊടുത്തയക്കണം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അയൽവാസിയുടെ ആ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയിട്ടാ ഈ ഹദീസ് നമ്മൾ പ്രവർത്തിക്കാവുള്ളൂ. ചിലപ്പോ നമ്മൾ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നത് അത് അവർക്കൊരു കുറച്ചിലായിട്ടോ ഒരു അപമാനമായിട്ടോ ഒക്കെ കാണുന്നവരുണ്ടാവും. ഈ കാലഘട്ടമാണല്ലോ. എന്നാൽ അതിന് അർഹതപ്പെട്ടതായ ആളുകൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ നല്ല വിശേഷപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോ അത് ആഗ്രഹമുള്ള, അത് കഴിക്കാൻ കൊതി തോന്നുന്ന, നമ്മളത്ര സാമ്പത്തിക ശേഷിയില്ലാത്ത, നമ്മുടെ അപ്പുറത്തോ ഇപ്പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ താഴെ നിലയിലൊക്കെ വാടകക്കോ മറ്റോ ഒക്കെ താമസിക്കുന്ന പാവപ്പെട്ടതായ ആളുകളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വിശേഷപ്പെട്ടതായ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അവർക്കൂടെ നീ കൊടുക്കണം. ഇനി നിന്റെ വീട്ടിൽ ഉള്ള ആളുകൾക്ക് മാത്രം
മാത്രം കഴിക്കാനുള്ളൂ എങ്കിൽ അവിടെയാണ് നബി തങ്ങൾ പറയുന്നത്, അതിലേക്ക് നീ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് നീട്ടി നീ അവർക്കും കൂടെ കൊടുക്കാൻ ശ്രമിക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമാണ്. നമ്മളൊന്ന് ആലോചിക്കുക. ഇങ്ങനെ ഓരോ ആളുകളും ചെയ്യുകയാണെങ്കിൽ അവന്റെ അയൽപക്കത്തുള്ള അമുസ്ലിങ്ങൾ, ഇസ്ലാമിനോട് ശത്രുതയുള്ള ആളുകൾ, ഇവരുടെയൊക്കെ മനസ്സിൽ നിന്ന് ഇത് നീങ്ങിപ്പോവുകയില്ലേ? യഥാർത്ഥ രീതിയിൽ നബിതങ്ങൾ പഠിപ്പിച്ച രീതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മുസ്ലിം ആവണം എന്ന് ലോകം ആവശ്യപ്പെടും. ഇതാണ് നമ്മുടെ മതം നമ്മോട് പറയുന്നത്. നമ്മുടെ ചെയ്തികളെ കൊണ്ട് നമ്മുടെ മതത്തെയും കൂടെ പ്രതിചേർക്കപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? അള്ളാഹ്ക്ക് നീ ഇബാദത്ത് ചെയ്യുക, നീ ശിർക്ക് ചെയ്യരുത്, മാതാപിതാക്കളെ നീ ഗുണം ചെയ്യണം, കുടുംബങ്ങളെ ഗുണം ചെയ്യണം, യതീമുകൾക്ക് ഗുണം ചെയ്യണം, പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യണം, നിന്റെ അയൽക്കാർക്ക് ഗുണം ചെയ്യണം. ഇതല്ലേ ഈ സമൂഹം എന്ന് പറയുന്നത്? ഇതല്ലേ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു നന്മയായിട്ട് എല്ലാ ജനങ്ങളും കാണുന്നത്? ഇതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം. ഇതിൽ ഊന്നിപ്പറയുന്ന ഒരു ഭാഗം, ഇന്നത്തെ ഖുതുബയിലൂടെ ഊന്നിപ്പറയുന്നതായ ഒരു ഭാഗം, നിന്റെ അയൽവാസികളോട് നീ നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കണേ. ബാക്കിയുള്ള മുഴുവൻ നന്മകളും നീ ചെയ്യുന്നുണ്ടെങ്കിലും നിന്റെ അയൽവാസിയോട് ദ്രോഹം കാണിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് നിനക്കുള്ളത് എങ്കിൽ മനുഷ്യ നീ ഓർക്കുക, നബി തങ്ങളുടെ നുബുവത്തിന്റെ നാവ് കൊണ്ട് പറയുകയാണ്, നീ യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസിയാണ് എന്ന് അവകാശപ്പെടാൻ നിനക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആളുകളെയെങ്കിലും നമ്മൾ ചില വിശേഷപ്പെട്ട ദിനങ്ങൾ, നമ്മുടെ ദിവസങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരെയും കൂടെ നമ്മളൊക്കെ ഒന്ന് പരിഗണിക്കണം എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കാലഘട്ടം നബി തങ്ങളുടെ ഹദീസുകളും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളൊക്കെ നമ്മളിങ്ങനെ റെഫർ ചെയ്യുമ്പോൾ ഇനി അധിക നാളൊന്നും ഈ ലോകം ഉണ്ടാവുകയില്ല എന്ന് തോന്നിപ്പോവുകയാണ്. ഇപ്പൊ ഇന്ന് ജുമാ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ചില ഹദീസിന്റെ വചനങ്ങൾ അതേപോലെ ആയത്തുകളെയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ചൂടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഓരോ കാര്യങ്ങളും ഇതൊക്കെ ഖുർആനിൽ അന്നേ കുറെ മുമ്പ് ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കാവുന്ന ഒരു ഇടം ഇവിടെ വരാനുണ്ട്. ഓരോ വിഷയങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടത്, പുരുഷനുമായി ബന്ധപ്പെട്ടത്, മക്കള്, കുടുംബ ബന്ധം, അയൽക്കാർ, ഏത് മേഖല നമ്മൾ എടുത്താലും നബിതങ്ങൾ അന്ത്യദിനത്തോടനുബന്ധിച്ച് എന്താണോ സംഭവിക്കും എന്ന് പറയുന്നത് അതിന്റെ നേർരേഖകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധമായ റമളാനിലെ തറാവീഹിന് ശേഷം ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എന്നാലും ഞാൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട ഒരു സാഹചര്യമാണ്. ഓരോ ദിവസവും വർഷവും കഴിയുന്നതോടും ഇനി നല്ല ഒരു സമൂഹം വരികയില്ല, നല്ല ഒരു അന്തരീക്ഷം നമുക്ക് വരികയില്ല. എല്ലാം ചെയ്തിട്ട് പള്ളിയിൽ വരാം, എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് നന്നാവാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ നന്നായിക്കോളാം എന്ന ഒരു ചിന്തയാണെങ്കിൽ ഇന്നത്തേക്കാൾ മോശമായിരിക്കും നാളെ. സാമ്പത്തികമായും ശാരീരികമായും നമ്മുടെ ഭരണകർത്താക്കളിലൂടെയും ഏത് മേഖലകൾ നമ്മൾ പരിശോധിച്ചാലും ഈമാനികമായി നമുക്ക് ജീവിക്കാൻ പ്രയാസം കൂടിക്കൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നന്നാവാനും നിസ്കരിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും ഒക്കെ കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ ആവട്ടെ എന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മാറ്റം വരുത്തി ഇന്ന് തന്നെ പരമാവധി നല്ല രീതിയിൽ ഫർളായ കാര്യങ്ങൾ അല്ലാഹു നിശ്ചയിച്ചത് നമ്മൾ നിർവഹിക്കുക. പ്രത്യേകിച്ച് 5 വക്ത് നിസ്കാരം കറക്റ്റായി നമ്മൾ നിർവഹിക്കുക. ഒരാളെയും നമ്മൾ ദ്രോഹിക്കാതിരിക്കുക. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ നന്നാക്കുക. കള്ളത്തരങ്ങൾ, പലിശ ഇടപാടുകൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരിപ്പോരാൻ നമ്മൾ ശ്രമിക്കുക. ഈ രീതിയിൽ പരലോകത്തേക്കുള്ള ഒരു ഒരുക്കം നമ്മളെല്ലാവരും ഒരുങ്ങി വെക്കുന്നത് നല്ലതാണ്. കാരണം ലോകത്തിന്റെ പോക്ക് ആ ഒരു ദിശയിലേക്കാണെന്നാണ് നമ്മൾ ഖുർആനെ ഹദീസിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ശിക്ഷിക്കാത്ത 2 വിഭാഗം, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാത്ത 2 വിഭാഗം. അത് ഭൂമിയിലും പരലോകത്തും നമുക്ക് ശിക്ഷ വരൂല. 2 കാര്യങ്ങൾ അവനിൽ ഉണ്ടാകണം. ഖുർആൻ പറയുന്നു, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, അല്ലാഹു തആല അവരെ ശിക്ഷിക്കുകയില്ല.
വ അൻത ഫീഹിം, നബി തങ്ങളോട് പറയാണ്, നബിയെ അങ്ങ് അവരിൽ ഉണ്ടാകുമ്പോൾ, നബിതങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മെ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല, ഭൂമിയിലും ശിക്ഷിക്കുകയില്ല, പരലോകത്തും ശിക്ഷിക്കുകയില്ല. ഇതിന്റെ തഫ്സീറുകൾ വളരെ വിശാലമാണ്. എന്താണ് നബിതങ്ങൾ നമ്മളിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ, നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഓരോ വിഷയങ്ങളുണ്ട്. ഓരോ കാര്യത്തിലും നമ്മൾ എണീക്കുന്നത് മുതൽ, വസ്ത്രം ധരിക്കുന്നത് മുതൽ, നമ്മൾ വാഹനത്തിൽ കയറുന്നത് മുതൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ഏത് വിഷയങ്ങളിലും, രാജാവാണോ പാവപ്പെട്ടവനാണോ മുതലാളിയാണോ കൂലിപ്പണിക്കാരനാണോ, അവനോടൊക്കെ നബി തങ്ങൾ പഠിപ്പിച്ചതായ വിഷയങ്ങളുണ്ട്. ഇത് ഒരാൾ യഥാവിധി ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ ഒരർത്ഥം അതാണ്. മറ്റൊന്ന്, ചില മുഫസ്സിറുകൾ പറയുന്നത് സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണ് എന്നാണ് ഇതിന്റെ ഒരു വ്യാഖ്യാനം. ഏത് സമയവും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവനിൽ നബിതങ്ങളുണ്ട് എന്നാണ്. ഇങ്ങനെയുള്ള ഒരാളെ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വ അൻത ഫീഹിം, നബിതങ്ങൾ അവരിലുണ്ട് എങ്കിൽ അവരെ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. മറ്റൊരു വിഭാഗമാരാ, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരു വിഭാഗത്തെയും അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. ഇസ്തിഗ്ഫാർ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചല്ലോ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഒഴിഞ്ഞ് നമ്മളെ ഫർദ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഒഴിവുള്ള സമയത്ത് നമ്മൾ അല്ലാഹുവിലേക്ക് കുറഞ്ഞ സമയം, പടച്ചവനെ എനിക്ക് പുറത്തുകൊണ്ട റബ്ബേ എന്ന ഈ ഒരു വാക്യം ഉച്ചരിക്കുന്ന ഒരു വ്യക്തികൾ, ഒരു സമൂഹം, ഈ സമൂഹത്തെയും അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല എന്നാണ്. ഭൂമിയിലും ശിക്ഷിക്കുകയില്ല, പരലോകത്തും ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്നിലെങ്കിലും, രണ്ടിലും ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. ഏതെങ്കിലും ഒന്നിലെങ്കിലും ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ദുനിയാവിലെയും ശിക്ഷ നമുക്ക് ലഭിക്കുകയില്ല, പരലോകത്തെയും ശിക്ഷ നമുക്ക് ലഭിക്കുകയില്ല. അല്ലാഹു തആല അത്തരത്തിലുള്ള സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്നിപ്പോ ദുൽഖഅദ മാസമാണ്. അഥവാ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ ഇഹ്റാം ചെയ്യാൻ വേണ്ടി അതിൽ നിശ്ചയിക്കപ്പെട്ടതായ